ഇന്നത്തെ സ്പെഷ്യൽ റാഗി കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കിണ്ണം കാച്ചിയ ഐറ്റമാണ് കേട്ടോ. എന്താണെന്നല്ലേ, റാഗി മന്നി. കുട്ടികളോ മുതിർന്നവരോ എന്ന വ്യത്യാസമില്ലാതെ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഒരു ജാറിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഇത് 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഈ 250 ml കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളവും കൂടി എടുത്ത് നമുക്ക് ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. തീരെ അരഞ്ഞു പോകരുത്. നമുക്ക് ഈ പിഴിഞ്ഞെടുക്കാൻ പാകത്തിന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ തേങ്ങാപ്പാലുണ്ടല്ലോ, അത് മാത്രമായിട്ട് ഈ കാണുന്നത് പോലെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് വയ്ക്കുക. അങ്ങനെ തേങ്ങാപ്പാൽ അരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതോടൊപ്പം ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞ 250 ml കപ്പിൽ തന്നെ അളന്നെടുത്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകെ നമ്മളിതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 80 ml കപ്പിൽ 1 കപ്പ് അളവിൽ റാഗിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരുപക്ഷെ റാഗി പൊടിക്ക് പകരം റാഗിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഈ തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന അവസരത്തിൽ അതോടൊപ്പം തന്നെ കുതിർത്ത് വെച്ച റാഗി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരല്പം ലൂസായിട്ട് റാഗിപ്പൊടി തേങ്ങാപ്പാൽ മിക്സ് കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ന് കരുതി തീരെ ലൂസാകാനും പാടില്ല, തീരെ കട്ടിയായി പോകാനും പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതൊന്ന് കലക്കിയെടുത്ത് ഒരു പാനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 80 ml കപ്പിൽ 1 കപ്പ് അളവിൽ ശർക്കര കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ആദ്യ അവസാനം വരെ നമുക്ക് ഈ റാഗി മന്നി തയ്യാറാക്കിയെടുക്കാൻ. അതുപോലെ ആദ്യ അവസാനം തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്ത് വേണം നമുക്ക് ഈ റാഗി മന്നി തയ്യാറാക്കിയെടുക്കാൻ. അല്ലെങ്കിൽ റാഗി അവിടങ്ങളിലായിട്ട് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ റാഗി ഏകദേശം ഇതുപോലെ ഒന്ന് കുറുകി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിളക്കാം. റാഗിയുടെ പ്രത്യേകത അറിയാമല്ലോ, അത് കുറുകാനെടുക്കുന്ന കാലതാമസമേ ഉള്ളൂ. കുറുകി കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം നമുക്ക് ഈ റാഗി മന്നി തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ റാഗി കുറച്ചുകൂടി നന്നായിട്ടൊന്ന് കുറുകി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനപ്പുറം നമുക്കിത് കുറുക്കിയെടുക്കേണ്ട കാര്യമില്ല. ഇതാണ് കറക്റ്റ് പരുവം കേട്ടോ. അങ്ങനെ നെയ്യ് ചേർത്ത് ഈ ഒരു പരുവത്തിൽ റാഗി മന്നി തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു മോൾഡിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റുന്നതിന് മുൻപായിട്ട് ഒന്നെങ്കിൽ ആ മോൾഡിൽ ഒരല്പം നെയ്യ് തടവി കൊടുക്കുക. അതുമല്ലെങ്കിൽ ഇതുപോലെ ഒരു വാഴയില കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് മേലെയായി ഈ റാഗി മന്നി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി ഇതൊന്ന് സെറ്റായി കിട്ടാൻ കുറഞ്ഞതൊരു 2 മണിക്കൂർ എടുക്കും. ഈ സമയത്തിന് ശേഷം നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇനി തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചൂട് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. രണ്ടായാലും സൂപ്പറാണ്. ഇവിടെ നമ്മളിത് ചൂട് ആറിയതിന് ശേഷം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. എന്തായാലും സംഭവം കിഡുമായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന നല്ല കിഡിലൻ പൊളപ്പൻ കിടുക്കാച്ചി ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.